എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ്, ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ, താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ, കോളല്ല. കോൾസ് എടുക്കുന്നില്ല, മെസ്സേജസ് മാത്രമാണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൻ്റെ മനസ്സിൽ ഈ നിമിഷം എന്താണ്, അതായത് ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഒരു എനർജി എനിക്ക് ഒന്നിൽ കൂടുതൽ തവണ ആദ്യമേ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു റീഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. പക്ഷേ എന്താണെന്നറിയോ, ഒരു എക്സ്പ്രസ് ചെയ്യാൻ, അത് പ്രോപ്പറായിട്ട് എനിക്കിവിടെ കിട്ടുന്ന ഫീലിങ്സ് അങ്ങോട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. അതാണ് ആ പേഴ്സൻ്റെ പ്രശ്നമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് 1-2 തവണ ഞാൻ ഈ ഒരു എനർജി കിട്ടി, ഞാനത് പറഞ്ഞതുമാണ്. പക്ഷേ അത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതായത് ആ പേഴ്സന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ മേ ബി ആ പേഴ്സൺ അത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ആ പേഴ്സൺ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ശരിക്കും എന്താണ് എനർജി എന്ന് എനിക്ക് കിട്ടിയിട്ട് പോലും എനിക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. ഒരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടിത് പറയുന്നത്. ഓക്കെ, അതായത് ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സണ് നിങ്ങൾ കൊടുത്ത ഒരു പ്രാധാന്യമുണ്ട്. ആ ഒരു പ്രാധാന്യം ചിലപ്പോൾ ആ പേഴ്സണ് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത പോലെ, ആ പേഴ്സണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തതുപോലെ ആ പേഴ്സണ് നിങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതായത് പ്രാധാന്യം നൽകിയിരുന്നു ആ പേഴ്സൺ, പക്ഷേ നിങ്ങൾ ആ പേഴ്സണ് കൊടുത്ത ഒരു പ്രാധാന്യമുണ്ട്. അത്രത്തോളം ഒരു പ്രാധാന്യം മേ ബി ആ പേഴ്സണ് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കൊടുത്ത അത്രത്തോളം പ്രാധാന്യം ആ പേഴ്സൺ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, അതായത് നിങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ആ പേഴ്സണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ടത്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് പ്രോപ്പറായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോഴും ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൻ്റെ കരിയറിൽ മേ ബി ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നിരിക്കാം. ഇനി ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും ആ പേഴ്സൻ്റെ കരിയറിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോഴും ആ പേഴ്സൻ്റെ കരിയറിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതേസമയം അതേ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് നൽകണമെന്ന് ആ പേഴ്സൺ ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ അത് ആ പേഴ്സണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ കാരണം അതാണ്. അതായത് നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്നൊരു തോന്നൽ കാരണം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത കാരണം, തോന്നലെന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു ചിന്ത കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുകയും
അതിനുശേഷം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തെന്നും, അതായത് വലിയൊരു വഴക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആയിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. അല്ലെങ്കിൽ അതായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ സ്നേഹം ഇനിയെങ്കിലും നിങ്ങളോട് തുറന്നു പറയണം, നിങ്ങളോടത് തുറന്നു പറയണം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഇപ്പോഴും ആ പേഴ്സണ് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇനി അതിന് സാധിക്കുമോ, എന്നായിരിക്കും അതിനൊന്ന് സാധിക്കുക എന്ന് ആ പേഴ്സൺ അറിയില്ല. ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആ പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ മേ ബി നിങ്ങളോട് പറയാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ചെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അല്ലെങ്കിൽ ആ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളോട് പറയണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന് ആ പേഴ്സണ് സാധിക്കുന്നില്ല. ഈ റീഡിങ് എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് അതാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളായിക്കോട്ടെ, ഒത്തിരി കാര്യങ്ങളായിക്കോട്ടെ, ആ പേഴ്സണ് ഒന്നും തന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ആ പേഴ്സൻ്റെ എനർജിയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിട്ടും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിട്ട് പോലും അറിയാം എന്താണ് എന്നുള്ളത്, അറിയാം എന്താണ് കാര്യം എന്നുള്ളത് അറിയാം, പക്ഷെ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. അതാണ് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അത് കാരണമാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. ഇപ്പോഴത്തെ മാത്രമല്ല, ആ പേഴ്സൺ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. അതായത് പ്രശ്നമെന്നല്ല, ആ പേഴ്സൺ ഒത്തിരി പറയാനുണ്ട്, നിങ്ങളോട് സംസാരിക്കാനുണ്ട്, പക്ഷേ അത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ആളുകൾക്ക് ആ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം മേ ബി ആ പേഴ്സൺ നിങ്ങൾക്കും നൽകുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് ആ പേഴ്സണ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. മേ ബി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സൊക്കെ കൃത്യമായിട്ട് തുറന്ന് പറയാറുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഇതാണ് കാര്യം എന്ന് തുറന്ന് പറയുന്നവരായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല. മേ ബി ആ പേഴ്സൺ വളരെ എന്താ പറയുക, വിഷമം ആ പേഴ്സൺ ഉണ്ടായിരിക്കാം ഇപ്പോൾ. പക്ഷെ അതൊന്നും ആ പേഴ്സണ് പുറമേ കാണിക്കാൻ അറിയില്ല. അതായത് ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ, ആ പേഴ്സൻ്റെ സന്തോഷമായിക്കോട്ടെ, അതൊന്നും ഒത്തിരി പ്രകടിപ്പിക്കാൻ ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പ്രകടിപ്പിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത് ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയാം, പക്ഷേ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സണ് അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.